നമസ്കാരം, ഞാൻ ഡോക്ടർ മിഥുൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുട്ടുവേദനയുള്ളവർ ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളെ പറ്റിയാണ്. ഒന്നാമതായി, നിലത്ത് കുത്തിയിരിക്കുക. മുട്ടുവേദന ഉള്ളപ്പോൾ നിലത്ത് കുത്തിയിരിക്കുക അല്ലെങ്കിൽ ഇന്ത്യൻ മോഡൽ ടോയ്ലറ്റ് ഉപയോഗിക്കുക, പെട്ടെന്ന് നിലത്ത് നിന്നും എഴുന്നേൽക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കാർട്ടിലേജിൽ നേരിട്ട് അമിത സമ്മർദ്ദം ഉണ്ടാകുന്നു. കാർട്ടിലേജ് ഒരു കുഷ്യൻ പോലെയാണ്. സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശരീരഭാരത്തിൻ്റെ 3 മുതൽ 5 ഇരട്ടി സമ്മർദ്ദം മുട്ടിൽ പതിക്കുന്നു. ഇത് കാർട്ടിലേജിന് കട്ടി കുറയ്ക്കുകയും സന്ധിവേദന കൂട്ടുകയും ചെയ്യുന്നു. കസേരയിൽ ഇരിക്കുക അല്ലെങ്കിൽ യൂറോപ്യൻ മോഡൽ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുക എന്നിവയാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ. രണ്ടാമതായി, പടികൾ കയറുമ്പോൾ ശരിയായ രീതി പാലിക്കാതിരിക്കുന്നതിലൂടെ മുട്ടുവേദന കൂടാറുണ്ട്. നമ്മളിൽ പലരും വേദനയുള്ള കാലുകൊണ്ട് ആദ്യം പടികൾ കയറുകയും പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. സ്റ്റെയർ ക്ലൈംബിങ്ങിൽ നീ ജോയിന്റിന് സാധാരണയേക്കാൾ 4 മടങ്ങ് സമ്മർദ്ദം ഉണ്ടാകും. തെറ്റായ രീതിയിൽ ഇങ്ങനെ പടികൾ കയറിയാൽ ലിഗമെന്റിന് സ്ട്രെയിൻ കൂടും. ശരിയായ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, കയറുമ്പോൾ വേദനയില്ലാത്ത കാലുകൊണ്ട് ആദ്യം കയറണം, ഇറങ്ങുമ്പോൾ വേദനയുള്ള കാലുകൊണ്ട് ആദ്യം ഇറങ്ങുക. ഹാൻഡ് റെയിൽ ഉപയോഗിക്കുന്നതും നല്ലതാണ്. മൂന്നാമതായി, കട്ടിയുള്ള നിലത്ത് ദീർഘനേരം നിൽക്കുക. കോൺക്രീറ്റ് ഫ്ലോർ, മാർബിൾ ഫ്ലോർ പോലെയുള്ള കഠിന നിലങ്ങളിൽ ദീർഘനേരം നിൽക്കുന്നത് നീ ജോയിന്റിലെ നാച്ചുറൽ ലൂബ്രിക്കേഷൻ കുറയ്ക്കും. സൈനോവിയൽ ഫ്ലൂയിഡ് കുറയുമ്പോൾ സാധാരണയായി ജോയിന്റ് ഫ്രിക്ഷൻ കൂടും. ഇതുമൂലം വേദന, നീര്, സ്റ്റിഫ്നെസ് ഇവ ഉണ്ടാകും. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, സോഫ്റ്റ് ആയിട്ടുള്ള ഫുട് വെയറുകൾ ഉപയോഗിക്കുക, ഇടയ്ക്ക് ഇരിക്കുക. നിൽക്കേണ്ട ജോലി വരികയാണെങ്കിൽ നമ്മൾ നീ സപ്പോർട്ട് ഉപയോഗിക്കണം. നാലാമതായി, പെയിൻ കില്ലറുകൾ സ്ഥിരമായി കഴിക്കുന്നത് വളരെ ദോഷകരമാണ്. പെയിൻ കില്ലർ മരുന്നുകൾ വേദന മാത്രമേ കുറയ്ക്കുന്നുള്ളൂ, രോഗകാരണം കുറയ്ക്കുന്നില്ല. ഇതുമൂലം കിഡ്നി പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ്, രക്തസമ്മർദ്ദത്തിന് വ്യതിയാനങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാം. കൂടാതെ വേദനയില്ല എന്ന തെറ്റിദ്ധാരണ മൂലം നമ്മൾ മരുന്ന് കഴിക്കും, പക്ഷേ ജോയിന്റ് ഡാമേജ് നിശബ്ദമായി കൂടും. ഇതിനുള്ള ശരിയായ സമീപനം എന്താണെന്ന് വെച്ചാൽ, റൂട്ട് കോസ് കണ്ടെത്തി ഇന്റേണൽ മെഡിസിനും പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ചെയ്താൽ നന്ന്. അഞ്ചാമതായി, വേദനയെ അവഗണിക്കുക. നമ്മളിൽ പലരും പ്രായമായതുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്വാഭാവികമാണ് എന്നൊക്കെ കരുതി വേദനയെ അവഗണിക്കാറുണ്ട്. ഇത് ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിയാണ്. ഏർലി സ്റ്റേജിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പല അസുഖങ്ങളും നമ്മളിങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട് സിവിയർ ആർത്രൈറ്റിസായും ലിഗമെന്റ് ഇഞ്ചറിയായും സർജറി ഇൻഡിക്കേഷൻ വരുന്ന സ്റ്റേജിൽ വരെ എത്തുന്നു. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏർലി സ്റ്റേജിൽ ഇതിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനുള്ള ചികിത്സ ചെയ്യണം. മുട്ടുവേദന നമ്മുടെ ശരീരം തരുന്ന ഒരു സിഗ്നൽ മാത്രമാണ്. അതിനെ നമ്മൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം.